അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ റസൂലിക വഹബീബിക സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി വഅസ്ഹാബി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. സത്യവിശ്വാസിയായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ആഖിബത്ത് നന്നായി കിട്ടുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. മരിക്കുന്ന സമയം പാപങ്ങളൊക്കെ പൂർണ്ണമായും പൊറുപ്പിക്കപ്പെട്ട നിലക്ക് ആരോടൊക്കെ എന്തെല്ലാം നിലക്കുള്ള ഹക്കടപാടുകളുണ്ടോ, ബാധ്യതകളുണ്ടോ, കൊടുത്തു തീർക്കേണ്ടവ കൊടുത്തു തീർത്ത്, പറഞ്ഞു തീർക്കേണ്ടവ പറഞ്ഞു തീർത്ത്, പൊരുത്തപ്പെടിയിക്കേണ്ടവ പൊരുത്തപ്പെടിയിച്ച്, ഇങ്ങനെ എല്ലാ അർത്ഥത്തിലും ഒരു ബാധ്യതയുമില്ലാത്ത രൂപത്തിൽ അള്ളാഹുവിനോടുള്ള ബാധ്യതകൾ, അവനോട് തെറ്റുകൾ ചെയ്തു പോയെങ്കിൽ റബ്ബിനോട് കരഞ്ഞ് മാപ്പിനപേക്ഷിച്ച് തൗബ ചെയ്ത് ഇസ്തിഗ്ഫാർ തേടി പാപങ്ങളൊക്കെ പൊറുപ്പിക്കപ്പെട്ട നിലക്കുള്ള മരണമാണ് ഏതൊരു വിശ്വാസിയും ആഗ്രഹിക്കുന്നത്. ദോഷങ്ങളെല്ലാം പൊറുപ്പിക്കപ്പെടുന്നതിന് മുമ്പ്, കടബാധ്യതകളെല്ലാം കൊടുത്തു തീർക്കുന്നതിന് മുമ്പ്, മറ്റെന്തെല്ലാം ബാധ്യതകളുണ്ടോ അവകളെല്ലാം ക്ലിയർ ചെയ്യുന്നതിന് മുമ്പ് പെട്ടെന്നെങ്ങാനും മരണം സംഭവിച്ചു പോയാൽ വല്ലാത്ത നഷ്ടമായിരിക്കുമല്ലോ അതുകൊണ്ട് സംഭവിക്കുക. അതുകൊണ്ട് തന്നെ ചില മരണങ്ങളിൽ നിന്ന് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാവൽ തേടിയതായ ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. കാരണം പെട്ടെന്ന് മരണം സംഭവിക്കുക എന്നുള്ളത് മേൽ പറയപ്പെട്ട കാര്യങ്ങളിൽ നിന്നെല്ലാം നമുക്ക് മോചിതനാകാൻ കഴിയുന്നതിന് മുമ്പ്, ബാധ്യതകൾ കൊടുത്തു തീർക്കുന്നതിന് മുമ്പെങ്ങാനും മരണപ്പെട്ടു പോയാൽ റബ്ബിൻ്റെ മുമ്പിൽ നാളെ പോയി നിൽക്കുന്ന ഒരവസ്ഥ അത് വല്ലാത്ത ഒരവസ്ഥയായി തീരും. അതുകൊണ്ട് തന്നെ അവിടെ രക്ഷപ്പെടാൻ, ആഖിറം രക്ഷപ്പെടാൻ വേണ്ടി അവസാനം നന്നായി ഈമാനോടെ മരിക്കാൻ സാധിക്കണം. അതുകൊണ്ട് തന്നെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചില കാര്യങ്ങളിൽ നിന്ന് പ്രത്യേകം റബ്ബിനോട് കാവൽ തേടി, റബ്ബിനോട് അഭയം തേടിയതായി കാണാൻ കഴിയും. മഹാനായ ഇമാം അബൂ ദാവൂദ് റളിയല്ലാഹു തആല അൻഹു ബഹുമാനപ്പെട്ട കഅബ് ബിൻ അംർ റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് ഉദ്ധരിക്കുന്ന ഹദീസിൽ മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാവൽ തേടിയ പ്രാർത്ഥന മഹാനവകൾ പറയുന്നുണ്ട്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമായിരുന്നു, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഹദ്മി, അല്ലാഹുവേ കെട്ടിടങ്ങൾ തകർന്നു വീണ് അതിൻ്റെ അടിയിൽപ്പെട്ട് മരിച്ചു പോകുന്നതിന് തൊട്ട് നിന്നോട് ഞാൻ കാവൽ തേടുന്നു. പെട്ടെന്നായിരിക്കും കെട്ടിടങ്ങൾ തകർന്നു വീഴുക. ഒരിക്കലും തൗബ ചെയ്യാനോ കടബാധ്യതകളോ മറ്റ് ബാധ്യതകളോ പറഞ്ഞു തീർക്കാനോ ചെയ്തു തീർക്കാൻ സാധിക്കാതെ പെട്ടെന്നുള്ള മരണമാണല്ലോ. അല്ലാഹു നിന്നോട് കാവൽ തേടുന്നു. അതുപോലെ തന്നെ വലിയ വലിയ കുന്നുകളിൽ നിന്ന്, മരമുകളിൽ നിന്ന്, അതുപോലെ തന്നെ കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്നെല്ലാം വീണുകൊണ്ട് മരിച്ചു പോകുന്നതിന് തൊട്ട് നിന്നോട് ഞാൻ കാവൽ തേടുന്നു. അതുപോലെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദുആ ചെയ്യാറുണ്ടായിരുന്നു, വെള്ളത്തിൽ മുങ്ങി, പ്രളയത്തിലോ അതുപോലെ തന്നെ മറ്റെന്തെങ്കിലും പ്രയാസത്തിലോ വല്ല കുളത്തിലോ പുഴയിലോ ഒക്കെ വീണ് അങ്ങനെ വെള്ളത്തിൽ മുങ്ങി മരിക്കുന്ന തൊട്ടും നിന്നോട് ഞാൻ കാവൽ തേടുന്നു. അതുപോലെ കരിഞ്ഞു പോകുന്ന വീട് കത്തി നശിച്ചു, അല്ലെങ്കിൽ വാഹനം കത്തി നശിച്ചു, ഇങ്ങനെ ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങൾ പെട്ടെന്ന് തീപിടുത്തമുണ്ടായി, ഇങ്ങനെ പെട്ടെന്നുള്ള മരണം, അല്ലാഹുവേ നിന്നോട് ഞാൻ അതിൽ നിന്ന് അഭയം തേടുന്നു, കാവൽ തേടുന്നു. അതുപോലെ തന്നെ വയസ്സായി, അങ്ങോട്ട് വയസ്സായി, ഒരാൾക്കും നോക്കാൻ കഴിയാത്തൊരവസ്ഥ, സ്വന്തം കാര്യം സ്വന്തമായി ചെയ്യാൻ കഴിയാത്തൊരവസ്ഥ, ആ ഒരവസ്ഥ വരുന്നതിന് തൊട്ട് നിന്നോട് ഞാൻ കാവൽ തേടുന്നു. അതുപോലെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം ദുആ ചെയ്തത്, മരണസമയത്ത് പിശാചിൻ്റെ ഷർറിൽ നിന്ന്, അവൻ നമ്മുടെ ഈമാൻ നഷ്ടപ്പെടുത്താൻ വേണ്ടി വളരെയധികം ശ്രമിക്കുന്നൊരു സമയമാണ് മരണസമയം. ആ സമയത്ത് അവൻ്റെ ചതിയിലെങ്ങാനപ്പെട്ട് ഈമാനെങ്ങാനും നഷ്ടപ്പെട്ടു പോയാൽ ആഖിറം വലിയ നഷ്ടത്തിലായിരിക്കുമല്ലോ. അല്ലാഹുവേ പിശാജ്, ശൈത്താൻ, ഇബ്ലീസ് മരണസമയത്ത് ഞങ്ങൾ വഴിവയ്പ്പിക്കുന്നിട്ട് നിന്നോട് ഞാൻ കാവൽ തേടുന്നു എന്നുള്ള പ്രാർത്ഥന മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രത്യേകം നടത്തിയതായ ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ യുദ്ധത്തിൽ നിന്നെല്ലാം പിന്തിരിഞ്ഞോടുക എന്നുള്ളത് വൻദോഷങ്ങളിൽപ്പെട്ട ഒന്നാണ്. അത്തരമൊരു സാഹചര്യത്തിൽ പെടുന്നതിനെ തൊട്ടും അല്ലാഹു നിന്നോട് ഞാൻ കാവൽ തേടുന്നു. അതുപോലെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്യാറുണ്ടായിരുന്നു, വിഷജന്തുക്കൾ, ഇഴജന്തുക്കൾ അവ കടിച്ചുകൊണ്ട് പെട്ടെന്ന് കടന്നുറങ്ങുമ്പോഴോ മറ്റോ ഒക്കെ ഇത്തരം അപകടമുണ്ടായി പെട്ടെന്നുള്ള മരണം സംഭവിക്കുന്നതിന് തൊട്ടെല്ലാം ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാവൽ തേടിയിരുന്നു. അതുകൊണ്ട് തന്നെ ഇത്തരം മരണങ്ങളിൽ നിന്നെല്ലാം അള്ളാഹുവിനോട് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാവൽ തേടിയിട്ടുണ്ട്. നമുക്കും അള്ളാഹുവിനോട് കാവൽ തേടാൻ സാധിക്കണം. അർഹമുർ-റഹീമായ റബ്ബ് ഇത്തരം ദുർമരണങ്ങളിൽ നിന്ന്, അതല്ലെങ്കിൽ പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന് അള്ളാഹു നമുക്കൊക്കെ രക്ഷ നൽകട്ടെ. ഈമാനോടെ സന്തോഷമുള്ള കലിമത്ത് തൗഹീദ് ചൊരിച്ചുള്ള മരണം അള്ളാഹു നൽകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.